ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സൺസൈഡിൽ കൊടുക്കുന്ന ലൈറ്റുകൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ജംഗ്ഷൻ ലൈറ്റ് ഊരിപ്പോയില്ല. പല വീടുകളിലും പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ജംഗ്ഷൻ ലൈറ്റ്. അത് ആ സ്പ്രിങ് അതിൽ പ്രോപ്പറായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സാധാ 2-വേ ജംഗ്ഷൻ ഇടുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ് അവിടെ പോയി നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 4-വേ ജംഗ്ഷൻ ഇടുക. 4-വേ ജംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ട പോലെ നിങ്ങൾക്ക് സ്പ്രിങ് ഇടാൻ പറ്റും. അപ്പോൾ അവിടെ ലോക്കായി നിൽക്കും. അപ്പോൾ അവിടുന്ന് ഊരിപ്പോയില്ല. നമുക്ക് തേപ്പന ഉണ്ടെങ്കിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ചിലതൊക്കെ ഈ തേപ്പിൻ്റെ ഉൾഭാഗത്തേക്ക് പോയി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ 4-വേ ജംഗ്ഷൻ ഇട്ടാൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ട് എൻഡ് നമുക്ക് 2-വേ ആണ് ഉപയോഗിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ജംഗ്ഷൻ ലൈറ്റ് എപ്പോഴും 2-വേ ആണല്ലോ ഇടാറ്. 4-വേ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് എൻഡ് ബാലൻസ് ഉണ്ടാവും. അത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ചെറിയൊരു പൈപ്പിൻ്റെ ചെറിയ കഷ്ണം 1 ഇഞ്ച് വെച്ചിട്ട് ടാപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റോ കാര്യങ്ങളൊന്നും പോകില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.